ഞാൻ ഈ മിക്സിങ് ശരിയാക്കി ഇവനെ ട്യൂഷൻ ക്ലാസ്സിലും വിട്ടിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇവനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവര് ചോറും കൊടുത്ത് ഇവനെ കുളിപ്പിച്ച് ഉറക്കി കിടത്താം. എന്ത് പറയുന്നു? എനിക്ക് കുഴപ്പമില്ലടാ, ഞാൻ നിന്നെ എന്റെ സഹോദരനായിട്ട് കണ്ടു. സീരിയലിലെ അമ്മച്ചിമാര് പറയുന്ന ഡയലോഗ് ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ലാസ്റ്റ് ഇനി ഒരു തവണ പോലും ഈ മിക്സി കൊണ്ട് ഞാൻ ആ കടയിൽ പോകും. വേണ്ട. അങ്ങനെ ചിക്കൻ കുരുട്ടി എന്തെങ്കിലും കഴിക്കാൻ തരും. നല്ല വിശപ്പ്. മോനെ 2 മിനിറ്റ്. രാവിലെ കഴിച്ചല്ലേ കൊച്ചേ? അത് വെറും മുളകരച്ചത് കൂട്ടിയാണ് മേഡം. ശരി ശരി ശരി, ഇപ്പൊ കൊണ്ടുവരാം. ഒരു മിക്സി മേടിച്ചോളാം. ട്യൂഷൻ പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഇത് മൂടിയില്ലായിരുന്നോ? പല്ലി, എന്റെ ദൈവമേ, എന്റെ പൊന്നേ, എന്റെ കറി മൊത്തം പോയി. എടാ പല്ലി. പല്ലിയാ? എന്തില്? കറിയില്. കറിയില് പല്ലി കിടക്കുന്നു. ചെന്ന് നോക്ക്, ഞാൻ എന്താണ് നോണ പറയുന്നത്? ദൈവമേ, എന്തോരം കഷ്ടപ്പെട്ട് ഞാൻ കറി ഉണ്ടാക്കിയത്. എനിക്ക് ഈ സാധനം ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നത് മേമൂടി വെച്ച് നമുക്ക് അടച്ചുവിടായിരുന്നോ? അതിനകത്ത് പല്ലിയല്ല, ഇതിനകത്ത് പഴുതാര വന്ന് വീണേന്. ഞാൻ അറിഞ്ഞപ്പോ അതിനകത്ത് പല്ലി വീഴുന്ന്. അറിയണമായിരുന്നു. വീട്ടമ്മമാരതൊക്കെ ശ്രദ്ധിക്കണം. അത് മിക്സി നന്നാക്കി തരൂല എന്ന് പറഞ്ഞപ്പോ അതിൽ ഞാൻ പുറത്തോട്ട് വന്നു. അതും കറങ്ങി തിരിഞ്ഞ് എന്റെ മണ്ടയിലായി. അത് കറങ്ങി തിരിഞ്ഞ് ഇതെനിക്കറിയാം. എനിക്ക് ഇച്ചിരി കറി തരണമെന്നുള്ള ചിന്ത അതിനകത്ത് അസൂയ വർക്കൗട്ട് ചെയ്തു. മേളിൽ നിന്ന് പല്ലി വന്ന് വീണ് ആരും കഴിക്കണം തീരുമാനിച്ചു. ആ മേളിൽ പോയി കഴിച്ചോളാം. ഇച്ചിരി കറി തരുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഇതല്ല. പൊന്നു ട്യൂഷന് പോയിട്ട് വാ മക്കളെ. ചിക്കൻ കറി ഇല്ലേ? ചിക്കൻ കറി അല്ലേ അതിനകത്ത് പല്ലി വീണിരിക്കുന്നത്? ആകെ ഒരു ദിവസം വരെ ഇവിടെ എല്ലാവർക്കും കറി കൂട്ടാൻ പറ്റാത്തതിന്റെ എന്റെ കാശ് പോയി. ചേച്ചി, ചേച്ചി, ഓ ചേച്ചി, ആടി എന്തുപറ്റി ചിക്കൻ കറിയിൽ പല്ലി വീണ? ഓന്നേ, ഞാനൊരു തുള്ളി പോലും കറിന്ന് എടുത്തില്ലടി. കറി ഓഫ് ചെയ്ത് റൊണാൾഡിനോട് മിക്സിയുടെ കാര്യം പറഞ്ഞ് തിരിച്ച് ആ ചെറുക്കന് ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് കറി എടുക്കാൻ ചെന്നപ്പോ ദേ ചത്ത് മലച്ചു കിടക്കുന്നു. എനിക്കങ്ങ് ചേച്ചി, കഴിഞ്ഞ ദിവസം ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു ചേച്ചി. സാമ്പാറിൽ ഞാൻ താളിച്ചങ്ങ് വെച്ചേ. എന്നിട്ട് ഞാൻ എന്തോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ദേ സാമ്പാറും പാത്രത്തിൽ കിടക്കുന്ന പറഞ്ഞ. എന്നിട്ട് ഞാൻ ആരോടും മിണ്ടില്ല, അത് അങ്ങനെ കൊണ്ട് കളഞ്ഞ്. എന്നിട്ട് പിന്നെ ഏട്ടന് ഞാൻ ചമ്മന്തി അരച്ചാൻ കൊടുത്തു. കളഞ്ഞിട്ടില്ല, അത് അങ്ങനെ വെച്ചേക്കാം. കളയണം. ഈ അമ്മായി പറയുവാണേ അതൊക്കെ ഭയങ്കര ദോഷമാന്ന്. എന്ത് ദോഷം? എന്റെ സവാള ഉള്ളിയും പോയതിന്റെ വിഷമത്തില് ഞാനിരിക്കണേ. സവാള ഉള്ളിയുടെ കാര്യം കള. ദോഷം അഗൗളി ശാസ്ത്രം എന്ന് പറഞ്ഞ ശാസ്ത്രത്തെ കുറിച്ച് എനിക്കറിയാമോ? അത് അന്നത്തിൽ വീഴാൻ പാടില്ല, ദേഹത്തിൽ വീഴുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് ദോഷം തന്നെ.